ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറിത്തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കത്തി പടരുന്ന ഒരു വലിയ വിവാദത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നടി മഞ്ജു പിള്ളയുടെ മകൾ ദയ സുജിത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച 3 വർഷം പഴക്കമുള്ള ഒരു മോഡലിംഗ് ഫോട്ടോയുടെ പേരിൽ ഷഫീന ബീവി എന്ന ഒരു വ്ളോഗർ നടത്തിയ അങ്ങേയറ്റം അശ്ലീലവും ക്രൂരവുമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ ദയാ സുജിത്തും സാമൂഹിക പ്രവർത്തക ദിയാസനയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മലയാളിയുടെ സൈബർ ബോധം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമുക്ക് ഇനി ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് അങ്ങോട്ട് എറിയുന്നത് ചവിട്ടണത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. നടക്കുന്ന റേപ്പുകൾക്കെല്ലാം കാരണം ഇത്തരം വസ്ത്രധാരണമാണെന്നും നടു റോഡിൽ തുണി ഉരിഞ്ഞു നിൽക്കണമെന്നും അച്ഛൻ്റെയും അമ്മയുടെയും മാന്യതയെ തകർക്കുന്ന രീതിയിലുള്ള കേട്ടാൽ വളരെ മോശം തോന്നുന്ന വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അധിക്ഷേപങ്ങൾക്കെതിരെ സംസാരിച്ച പല യൂട്യൂബേഴ്സിനെയും അവരുടെ കമൻറ്റ് ബോക്സുകളിൽ 98% ആളുകളും സപ്പോർട്ട് ചെയ്തത് ഷഫീന ബീവി ആയിരുന്നു എന്നാണ്. വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ആക്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഷഫീന ബീവിയെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം പേര് ഉള്ളത്. അതിനെക്കുറിച്ചിട്ട് ധാരാളം വിമർശനങ്ങളും ഒരു ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അങ്ങനെ റെവല്യൂഷൻ ഉണ്ടാക്കിയ കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് വർഷത്തിൽ അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 ഹേ എന്ന സിനിമ കണ്ടു, അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നടന്ന ചാന്നാർലഹള, മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല, പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. അപ്പോൾ ഈ സൈബർ ആക്രമണത്തിനെതിരെ ഉണ്ണി ബ്ലോഗ്സ് എന്ന യൂട്യൂബർ ഇപ്പോൾ പോലീസിൽ ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. കേവലം ഒരു വ്യക്തിഹത്യ മാത്രമല്ല, ഇത് കൃത്യമായ ആക്രമണത്തിനുള്ള ഒരു ആഹ്വാനമാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്ന് ആണ് പരാതിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി കഴുകണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. ഇതിനൊക്കെ വലിയ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ തോണ്ടൽ. അതായത് സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുക, അതായത് ഒരു പറയാൻ പറ്റാത്തൊരു വാക്കുമായിട്ട് ഉപമിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നു കേൾക്കുന്നത്. അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്. നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നത്. ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രിയ ഷഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്. സമൂഹത്തിന് തുളയും വരയും വടയും ഉണ്ട്. വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളടി?
ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളെ ന്യായീകരിക്കുവാൻ ബസ്സിലും റോഡിലുമൊക്കെ വെച്ച് പുരുഷന്മാർ ശരീരത്തിൽ കയറി പിടിക്കട്ടെ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് പോലെയും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വസ്ത്രം ഉരിയാൻ ആവശ്യപ്പെട്ട് കുടുംബത്തെ അപമാനിക്കുന്നു എന്നുള്ള തരത്തിലും മട്ടമടിച്ച് വാലുകൊണ്ട് അടിക്കണമെന്നും അക്രമം അനുഭവിക്കണമെന്നും പറയുന്നു. പിന്നെ ഭാരതീയ ന്യായ സംഹിത VNS സെക്ഷൻ 79, അതായത് സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ, ഡിഫമേഷൻ അതായത് അപകീർത്തിപ്പെടുത്തൽ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഭീഷണിപ്പെടുത്തൽ, ഒപ്പം IT ആക്ട് 2000 പ്രകാരമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമൻസിന് അതെടുത്ത് വെച്ചിട്ട് അവൾ പറയുന്നതാണ്, ഈ സുജിത് വാസുദേവനിക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. അവളെ കമൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇതെല്ലാം അവള് പിന്നെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കോലം കണ്ടില്ലേ, എന്തിനാടി അതും കൂടെ മറച്ചു വെക്കുന്നത്? നീ അതും കൂടെ തുറന്ന് കാണിയില്ല, അതും കൂടെ തുറന്നു കാണി. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ് ആഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോന്നും അതിന്റെ ഒരു കോപ്പി പോലെ ഫേസ്ബുക്കിലേക്ക് ഇതാവും. ഫേസ്ബുക്കിൽ നിന്ന് മണി കിട്ടുന്നുണ്ടോ? ആൻഡ് പിന്നെ മണി കിട്ടാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്താ മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി, അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാൻ നീ അതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ല. ഇതെന്താണെന്നറിയാമോ? മോഡേണിസം തലയിൽ കയറിയിട്ട് സംഭവിച്ച ഒരു തരം വൃത്തികെട്ട സോക്കേടാണ്. ഈ സോക്കേടിന് നല്ല തെരച്ചി വാല് കിട്ടും, അത് വെച്ചാണ് പൊട്ടിക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ വ്യക്തി ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്ന് ദയ പിന്നീട് ഈ വിഷയത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. ഇത്തരം നെഗറ്റീവ് എനർജികൾക്ക് വേണ്ടി എൻ്റെ സമയം കളയാൻ താല്പര്യമില്ല, ഇതിലും ഭേദം വീട്ടിലെ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതാണ് എന്നാണ് ദയ പറയുന്നത്. എങ്കിലും ഷഫീന കാരണം സമൂഹത്തിലെ അനേകം സ്ത്രീകളുടെ ജീവിതം തകരുന്നുണ്ടെന്നും ഇത്തരം ആളുകൾക്ക് നിയമപരമായിട്ട് ഒരു അവകാശവും ഇല്ലെന്നും ദയ വ്യക്തമാക്കുന്നു. തന്നേക്കാൾ ഉപരി ഈ ഷഫീനയെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ ഓർത്ത് തനിക്ക് ഭയം തോന്നുന്നുവെന്നും ദയ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ വിവാദത്തിലേക്ക് ദിയ സന കൂടി കടന്നു വന്നതോടെ കഥയാകെ മാറി. മുൻപ് കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ നമ്മൾ ചുരിദാർ ഇടുന്നില്ലേ? ഞാൻ ചുരിദാർ ഇടുന്ന സമയത്ത് ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടത് ഞാനാണ്, ഓർത്തോളുക. ഇത് ഇടുമ്പോൾ തന്നെ എന്തെല്ലാം പറയും, ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? നീയൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരൊപ്പമില്ലേ? ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവിടെയും കൊണ്ട് കമന്റ്സിലും വരും. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നവളുമാര നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ ഇപ്പൊ ഇനിയിപ്പോ പറയും, അയ്യോ അവര് ബൈജു മിനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയണേ തള്ള വൈബ്, ഇതൊക്കെ പറഞ്ഞാലും ഇത് തള്ള വൈബും തന്ത വൈബാണെന്ന് നിങ്ങൾ ഇനി മുത്തച്ചി വൈബ് എന്ന് പറഞ്ഞാലും. ഷഫീന ബീവിയുടെ കപട സദാചാരത്തിന്റെ മുഖം മൂടി വലിച്ചു കയറുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പോലെയാണ് ദിയ സന ഉന്നയിച്ചിരിക്കുന്നത്. അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷെ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിൽ കുറേ ഹേറ്റ് കംസ്. ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ തന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. എൻ്റെ കമൻറ്റിലല്ല പേഴ്സണലി മെസ്സേജ് അയച്ചതാണ്. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിനെയും കൊണ്ടാണ് നിൽക്കുന്നത്, മകളെയും കൊണ്ടാണ് ആ അമ്മ നിൽക്കുന്നത്. എന്നിട്ട് മറ്റെന്തോ ബൈബിളിലെ ഒരു വേഴ്സും ഉണ്ട്, സാം 1-2 എന്തൊക്കെയോ പറഞ്ഞ ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമന്റ്. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ദൈവവിശ്വാസി ബൈബിളിൽ ഏതൊക്കെ ഉണ്ട്, മകളുണ്ട്, ഹൗ ഡെയർ ലൈക്ക് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ, ലൈക്ക് എന്താണ് ട്രിഗർ ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവളാരാ കറുമ്പി, ഇവളെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്, മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഐ എം സ്റ്റിൽ ലൈക്ക് അപ്പോഴും മഞ്ജുപിള്ളയാണ്, സുഹൃത്തുക്കളല്ല. അച്ഛനൊരു മെയിൽ സൊസൈറ്റിയിലെ മെയിൽ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പറയത്തില്ല. മെയിൻലി മഞ്ജുപിള്ള ഫീമെയിൽ, ഒരു സൊസൈറ്റിയിലൊരു ഫീമെയിൽ ആയതുകൊണ്ടും ഐ തിങ്ക് അമ്മയുടെ പേരിലാണ് മോസ്റ്റ് എനിക്ക് ഹേറ്റ്. 2018 മുതൽ പലതവണ ഇവരുടെ അക്കൗണ്ടുകൾ പൂട്ടപ്പെട്ടിട്ടുണ്ടെന്നും പ്രശസ്തരായിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് അശ്ലീലം പറയുകയും പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു എന്നും ഒക്കെ ആണ് ഇവരുടെ രീതി എന്നുള്ള രീതിയിൽ ദിയ സന പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ സൈബർ സെല്ലിൽ ഇവർക്കെതിരെ 68ഓളം കേസുകളും ചുരുങ്ങിയത് 8ഓളം FIRകളും നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മുന്നിൽ നിർത്തി പോലീസിനെ പോലും ഇവർ തെറി വിളിക്കുകയും നിയമത്തിൽ നിന്നും ഒളിച്ചോടുകയുമാണ് ചെയ്യുന്നതെന്നും ദിയ സന വെളിപ്പെടുത്തുന്നു. അമ്മയുടെ പേരിൽ മഞ്ജുപിള്ളയുടെ മകൾ എന്ന രീതിയിൽ സൂത്രധാരൻ മതം എന്ന് പറഞ്ഞാൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല.
അപ്പം ഇങ്ങനെ കുറേ ഹേറ്റ് കമൻറ്റ്സ് പിന്നെ പറയും യു ആർ ജസ്റ്റ് എൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് എൻ ആവറേജ് ഗേൾ. ഐ നോ ദാറ്റ്. എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഐ എം പ്രെറ്റി. ബാക്കിയുള്ളവരും ദേ പ്രെറ്റി ഇൻ ദെയർ ഓൺ വേ. പക്ഷെ എന്നാലും ആവറേജ് ഗേൾ എന്തുണ്ട്, കാണാൻ എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഹൂ ഡു യു തിങ്ക് യു ആർ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരും. പിന്നെ അമ്മയുടെ നീ നിഗ്ലക്റ്റ് ആക്ക് കുറേ കുറേ ഹേറ്റ് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അമ്മ ജസ്റ്റ് നിഗ്ലക്റ്റഡ് അത് മാറ്റണ്ട. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമൻറ്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവൻ്റെ അടുത്ത് ആരാധന തോന്നുന്നു? പറയുന്നവൻ്റെ അടുത്ത് കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കേണ്ട കൊച്ചിനെ പറയുന്നോടാന്ന് ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ പൂട്ടെന്ന് പറഞ്ഞു. മദർ, അമ്മ എന്ന നിലയിൽ പറയാറുണ്ട് അമ്മ ലക്ഷ്മി ദേശമമ്മ ഭദ്ര. മുൻപ് ബിഗ് ബോസ് താരം ജാസ്മിനെതിരെയും ഇവർ സമാനമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, സ്വന്തം ഫ്രസ്ട്രേഷൻ തീർക്കുവാനും വ്യൂസിനും പണത്തിനും വേണ്ടി മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തെയും വസ്ത്രധാരണത്തെയും വിചാരണ ചെയ്യുന്ന പല പ്രവണതകളും സോഷ്യൽ മീഡിയയിൽ അതിനെ നിയമപരമായിട്ട് തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കേണ്ടതുണ്ട്. നിയമം നൽകുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്ത് വ്യാജ കേസുകൾ കൊടുക്കുവാനും മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാനും ആർക്കും അവകാശമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഷഫീന ബീബിയുടെ അവസ്ഥ ഒരു വല്ലാത്ത സ്ഥിതിയിലാണെന്നും ഒക്കെയാണ് അറിയുന്നത്. നിയമത്തിൻ്റെ പഴുതുകൾ മുമ്പ് പലതവണ 200-ലധികം പരാതികൾ ഷെഫീനയ്ക്കെതിരെ പോയിട്ടും അവർ ഇപ്പോഴും പുറത്തു നടക്കാൻ കാരണം ചില സ്വാധീന കുറവുകൾ, ഈ ശാരീരികമായിട്ടുള്ള ചില സ്വാധീന കുറവുകളെ മുൻനിർത്തി നിയമത്തെയും പോലീസിനെയും ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കുമ്പോൾ പോലീസുകാരെ പോലും ചീത്ത വിളിക്കുന്ന ഓഡിയോ റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ വ്യാജ കേസ് കൊടുത്ത് കോടതി കയറ്റുന്നതും ഇവരുടെ സ്ഥിരം രീതിയാണ് എന്ന് പറയുന്നുണ്ട്. പല ബ്ലോഗർമാരും ഇത് അനുഭവിച്ചിട്ടുള്ളതായിട്ടും പറയുന്നു. കേവലം അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് പ്രശസ്തരായ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഷെഫീനയ്ക്കെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വിഷയം വെറുമൊരു ഇൻസ്റ്റാഗ്രാം മോഡലിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ വന്ന് തെറിവിളിയായിട്ടോ അല്ലെങ്കിൽ 2 യൂട്യൂബർമാർ തമ്മിലുള്ള ചെളിവാരി റിയലായിട്ടോ കണ്ട് ഇത് തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഇതിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉള്ളതായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഷെഫീന ബീവി എന്തു പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ഏത് തരത്തിലാണ് അവർ അവരുടെ വിചാരങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നത്, ഏത് തരത്തിലുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകളുണ്ടെന്നും അത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുമൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരാളുടെ വസ്ത്രധാരണം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു നാട്ടിൽ എല്ലാത്തിനും ഒരു എന്താണ് പറയുന്നത്, ഒരു അതിർത്തി, ഒരു സീമ, അത് വെളിനാട്ടിൽ ഉള്ള രീതിയിലുള്ള ഒരു വസ്ത്രധാരണം തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് അത് വെച്ചിട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ 2 രീതിയിലും ചിന്തിച്ചാലും ആളുകൾക്ക് പലതരം അഭിപ്രായങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചാൽ അത് ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതി പഴയ തലമുറയിൽ നിന്ന് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നിയമ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വകുപ്പുകളെ അത് തീർച്ചയായിട്ടും അത് സ്ത്രീകളുടെ നന്മയെ കരുതിയിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ സമൂഹത്തിൽ പലരും പിന്തുടരേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരം പ്രവണതകൾ കാരണം യഥാർത്ഥത്തിൽ അതിക്രമങ്ങൾ നേരിടുന്ന നിയമത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ട പാവപ്പെട്ട അനേകം സ്ത്രീകളുടെ വിശ്വാസ്യതയാണ് ഇവിടെ തകരുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ കൂടുതൽ ആരോഗ്യകരവും മാന്യവുമായ ഒന്നായി മാറേണ്ടതുണ്ട്. വിയോജിപ്പുകൾ ആകാം,
വിമർശനങ്ങളുമാകാം. പക്ഷേ അതൊരിക്കലും ഒരാളുടെ മാന്യതയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന രീതിയിലാകരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? വസ്ത്രധാരണ രീതിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്താഗതി, സ്ത്രീകൾ എന്തുതരം വസ്ത്രം ധരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഷെഫീന പറയുന്നതാണോ ശരിയായ കാര്യങ്ങൾ, അതല്ല ദിയ സനയുടെ ഭാഗത്താണോ ന്യായം, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സാമൂഹിക പ്രസക്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.